വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ബിജു മേനൻ നടിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നായികയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇത്രയൊക്കെ സൗന്ദര്യമേ ഞാൻ ആഗ്രഹിച്ചുള്ളത്. അതായത് നമ്മുടെ നിക്കി ഗൽറാണിയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ മലയാളികൾ അത് ഏറ്റു പറയാനും തുടങ്ങി, എന്താണ് ഇത്രയൊക്കെ സൗന്ദര്യമേ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നു നിക്കി ഗൽറാണിക്ക്. അതുകൊണ്ട് തന്നെ പിന്നീട് ദിലീപിന്റെ നായികയായി വന്നു. എന്താ പറയുക, ഒരു അന്യഭാഷാ നടിയാണെന്നൊരു വേർതിരിവ് നമുക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ അത്ര ക്യൂട്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയിലും ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, പിന്നെ അന്യഭാഷയിലൊക്കെ ഭയങ്കരമായിട്ട് തിരക്കായി. പിന്നെ കുറേ സിനിമകൾ വന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ മെയ് 18 വെട്ട്ലോക്ക് ആകുകയും ചെയ്തു. അതും തെലുങ്ക് യുവതാരം കൂടിയായ ആദിയുമായിട്ട്. ആ ഒരു വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റെടുത്തതുമാണ്. കാരണം വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളായിരുന്നു. ഭയങ്കര ചെറിയൊരു ചടങ്ങായിരുന്നു. പക്ഷേ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പിക്ചേഴ്സും ആയിരുന്നു അവർ ആ സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നത്. ആ ഒരു വീഡിയോ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. ഭയങ്കര സിമ്പിളായിട്ട് രണ്ടുപേരും നല്ല ഭംഗിയിലുമായിരുന്നു വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഫ്രണ്ട്സായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഇവരുടെ ഇടയ്ക്കുള്ള ഒരു സ്പെഷ്യൽ വൈബ്, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയം ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുവരും ഗോസിപ്പുകളിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ, പ്രണയിച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രണയിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, കോവിഡ് സമയത്തല്ലേ. കാരണം ലോക്ക്ഡൗൺ ആ ഒരു ടൈമിൽ തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓർക്കാൻ ദൈവം എത്ര നാൾ കാണാതിരുന്നത് എങ്ങനെ തെളി നീക്കി. കാരണം വെളിയിലോട്ടിറങ്ങിയ പോലീസ് അവിടെ ഇവിടെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇരുവർക്ക് കാണാൻ യാതൊരു തടസ്സവും ഉണ്ടായില്ലെന്നാണ് ഇരുവരും പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നിക്കിയാണെങ്കിൽ 6ാം നിലയിലും നമ്മുടെ ആദിയാണെങ്കിൽ 18ാം നിലയിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവർക്ക് കാണുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം ഫാമിലിയും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഇവർക്ക് കാണുന്നതിന് പോലും തടസ്സം ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ നിശ്ചയം കഴിഞ്ഞു. അതിനുശേഷം മെയ് 18 വിവാഹവുമായി. ഇപ്പോൾ ഇരുവരും തന്നെ നായികയായി അഭിനയിക്കുന്ന ചിത്രം കൂടി പുറത്തു വരാനിരിക്കുകയാണ്. ഇരുവരും ഇപ്പോൾ പാരീസിൽ അടിച്ചു പൊളിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു പറയുന്നത്, നമ്മുടെ ക്യൂട്ട് ജോഡീസ് ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും വീഡിയോ ഏറ്റെടുക്കാൻ ആരാധകർക്ക് ഒരു ധൃതി ഉണ്ടാകില്ല. അങ്ങനെ ഒരു വീഡിയോ ആണിത്. I'm in Paris. Bonjour. Oui, oui.